ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സർവേയാണ് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ബൈബിൾ സർവേയിൽ 1 ശമൂവേലിൻ്റെ പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകത്തെ പഠന സൗകര്യത്തിനായി 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. 3 ബയോഗ്രഫീസാണ്, 3 ജീവചരിത്രങ്ങളാണ് ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിലുള്ളത്. ഒന്നാമത് ശമൂവേലിൻ്റെ ജീവചരിത്രം, രണ്ടാമത് ശൗലിൻ്റെ ജീവചരിത്രം, മൂന്നാമത് ദാവീദിൻ്റെ ജീവചരിത്രം. ശമൂവേലിൻ്റെ ജീവചരിത്രം ആദ്യത്തെ 8 അധ്യായങ്ങൾ 1 മുതൽ 8 വരെ, ശൗലിൻ്റെ ജീവചരിത്രം 9 മുതൽ 15 വരെ, ദാവീദിൻ്റെ ജീവചരിത്രം 16 മുതൽ 31 വരെ. പിന്നെ അടുത്ത പുസ്തകത്തിൽ അത് തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ശമൂവേലിനെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ശൗലിനെ കുറിച്ചാണ്. ശൗലിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 9-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഒരിക്കലും യഹൂദന്മാർക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തെത്തിയ വാഗ്ദത്ത നാട്ടിലെത്തിയ ആളുകൾക്ക് ഒരു രാജാവിനെ വേണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല, ചിന്തിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ പ്ലാനിലുണ്ടായിരുന്നത് ദൈവം തന്നെ അവരുടെ രാജാവായിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത്, വെദർ യു വോണ്ട് ദ ബെസ്റ്റ് ഓർ ദ സെക്കൻഡ് ബെസ്റ്റ്, ദൈവത്തിൻ്റെ ഏറ്റവും നല്ലതാണോ നമുക്ക് വേണ്ടത്, അതോ അങ്ങനെ നല്ലതൊരെണ്ണം മതി, ഏറ്റവും നല്ലതല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടോ? ഈ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു, ഗോഡ്സ് പെർഫെക്റ്റ് വിൽ ആൻഡ് പെർമിസിബിൾ വിൽ, ദൈവത്തിൻ്റെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഹിതം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അനുവദനീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതവുമുണ്ട്. അപ്പോൾ അനുവദനീയമായ ഹിതം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിങ്ങളൊരു രാജാവിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നൊരു പാസേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലെന്ന് പറയുന്നത് ദൈവം തന്നെ ഇവർക്ക് രാജാവായിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോഴും ജനം പാപം ചെയ്തപ്പോഴും ഒക്കെ ദൈവം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശൗൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരാളായിരുന്നില്ല, അത് അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരാളാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവ് എന്നുള്ള പ്രയോഗമൊക്കെ നിങ്ങൾക്കത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ശൗലിനെക്കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ബൈബിൾ സർവേയിൽ പറയാനൊക്കുകയില്ല. ഒന്ന്. രണ്ടാമത്, ജീവചരിത്രമാകുമ്പോൾ അതിങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. അതിലെന്തെല്ലാം പറയണമെന്ന് ചോദിച്ചാൽ വളരെ വിഷമമാണ് ചൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വളരെ പ്രസക്തമായിട്ടുള്ളതും നമ്മൾ അത്യാവശ്യം കണ്ടിരിക്കേണ്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽ മക്കളുടെ താല്പര്യപ്രകാരം ദൈവം അവർക്ക് കൊടുത്തത് ഇങ്ങനെ ഒരു ആളായിരുന്നു. ആളെന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിക്കും. ആ അബദ്ധങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. വി നീഡ് ടു ലേൺ ലെസൺസ് ഫ്രം ഹിസ്റ്ററി. ചരിത്രത്തിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 9 മുതൽ 15 വരെയാണ് ശൗലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ച് തുടങ്ങാം നമുക്ക്. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശൗൽ ആരാണെന്നും ശൗലിനെ എങ്ങനെയാണ് ഈ രാജസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ ഇടയായതെന്നും ഒരു ചെറിയ സൂചന ആ വാക്യത്തിലുണ്ട്. 10-1. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുത്തു, അവനെ അഭിഷേകം ചെയ്തു, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ കുറച്ച് മുമ്പേ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അല്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഒരധ്യായം കുറച്ച് പുറകോട്ട് പോയാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 8-ാം അധ്യായം കഴിഞ്ഞ് ശമൂവേൽ ഇങ്ങോട്ട് ഇറങ്ങി വരരുതെന്നും ശൗല് 9-ാം അധ്യായത്തിന് പുറത്തേക്ക് പോകരുതെന്നും പറയരുത്. കാരണം നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു ഡിവിഷൻ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങളെങ്കിലും വായിക്കുന്നത് പ്രസക്തമായിരിക്കും എന്നുള്ളതുകൊണ്ട് 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വന്നാൽ, അവിടെ ജനം വന്ന് രാജാവിനെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവത്തോട് അറിയിക്കുന്നതും ദൈവം അതിന് മറുപടി കൊടുക്കുന്നതും ഒക്കെയാണ് 8-ാം അധ്യായത്തിലെ വിഷയം. അത് കഴിഞ്ഞിട്ടാണ് ശൗലിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന മിസ്റ്റേക്ക് നിങ്ങളവിടെ കാണുന്നുണ്ടായിരിക്കും. സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും മറ്റുള്ള ജാതികളെ പോലെ ആകണം എന്നുള്ളൊരാഗ്രഹം അവരുടെ ഉള്ളിൽ വന്നു. 8-ന്റെ 20, 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. മറ്റു ജാതികളെ പോലെ
ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന്. കണ്ടോ, ഞങ്ങൾ മറ്റ് ജാതികളെ പോലെ ദൈവം പറഞ്ഞത് യു ആർ എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ, നിങ്ങളൊരു വ്യത്യസ്തതയുള്ള ജനതയാണ്. ഇത്ര ശ്രേഷ്ഠമായ വിധികളൊക്കെ വെളിപ്പെട്ട് കിട്ടിയ വേറെ ഒരു ജാതി വേറെ ഏതാണുള്ളത്? നമ്മൾ ഇസ്രായേൽ മക്കളുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അബ്രഹാമിനെക്കുറിച്ച് മുതലിങ്ങോട്ട് പഠിച്ചു വന്നപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മയിൽ അതെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തിനാണ് ദൈവം ലോകത്തിലൊരു ജനത്തെ തനിക്കായി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ? ഒന്ന്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിനെ ഏൽപ്പിക്കാൻ, മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഏൽപ്പിക്കാൻ ദൈവത്തിന് വിശ്വസ്തരായ ചില ആളുകൾ വേണം. അതാണ് ഈ വിധികളൊക്കെ പ്രാപിക്കുവാൻ തക്ക തരത്തിൽ ഒരു ശ്രേഷ്ഠ ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ കൊടുക്കുവാൻ, കൽപ്പനകൾ ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? അതനുസരിച്ച് ജീവിച്ച് ഇങ്ങനെ ആണ് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കേണ്ടതെന്നുള്ള ലോകത്തിലുള്ളവരെ കാണിക്കുവാൻ. ടു റിസീവ് ദ വേർഡ് ആൻഡ് ലീഡ് എ ലൈഫ് ദാറ്റ് ടെസ്റ്റിഫൈസ് ഓർ വിറ്റ്നസസ് ടു ദ വേർഡ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. നമുക്ക് ലഭിച്ച വചനത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളത് ലോകത്തിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് തേർഡ്, സോ ദാറ്റ് ക്രൈസ്റ്റ് ക്യാൻ കം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വെളിപ്പെടാൻ, ഒരു ജനതയിൽ കൂടിയേ വരാനൊക്കെ ഉള്ളൂ. ഈ 3 ഉദ്ദേശത്തോടെയാണ് ദൈവം ഇവരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഇവരോട് ആവർത്തിച്ച് പറഞ്ഞത്, നിങ്ങൾ മറ്റ് ജാതികളെ പോലെ ആകരുത്. നിങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തും ചെന്ന് ചെല്ലുന്ന സ്ഥലത്തും, ഇത് ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ലേവ്യ പുസ്തകം 17-18 അധ്യായത്തിലൊക്കെ കാണുന്ന കാര്യമാണ്. മിക്കവാറും എന്നെ കേൾക്കുന്നവർക്ക് ഇത് കാണാപ്പാടമായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും അത് കേൾക്കണം, അതൊന്നുകൂടെ ഓർക്കണം. അങ്ങനെ ആകരുതെന്നുള്ളതാണ്. യു ആർ എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മളൊരു വ്യത്യസ്തരാണ്. സഭയെന്ന് പറയുന്നത് അത് തന്നെയാണ്. ലോകത്തിൽ നിന്ന് ദൈവം തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ചു. അപ്പോൾ വേർതിരിക്കപ്പെട്ടവർ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകത്തിലുള്ളവരെ പോലെ ആകാൻ പാടില്ല, വേറൊരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഹൃദയത്തിൻ്റെ താല്പര്യം നമ്മളിപ്പോൾ വായിച്ച 2 വാക്യങ്ങളിലും കണ്ടത് എന്താണ്? സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിച്ചത് മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന്. ഞങ്ങളും എങ്ങനെയാകണം? സകല ജാതികളെയും പോലെ ആകണം. ഞങ്ങൾക്ക് സകല ജാതികൾക്കും ഉള്ളതുപോലെ ഒരു രാജാവിനെയും വേണം, ഞങ്ങൾ സകല ജാതികളെയും പോലെ ആകുകയും വേണം. സോ ഇൻസ്റ്റെഡ് ഓഫ് കൺഫൈനിങ് ദം ടു ഗോഡ്സ് ലോ ആൻഡ് ഗോഡ്സ് ഇമേജ്, ദീസ് പീപ്പിൾ ആർ ട്രൈങ് ടു കൺഫോം ടു അതേഴ്സ്. മറ്റുള്ളവരോട് പൊരുത്തപ്പെടാനും താതാത്മ്യപ്പെടുവാനും അവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറയാനും ഒക്കെ തുടങ്ങുന്ന ഒരു ഇത് സഭയിലും ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ലോകത്തിൽ കാണുന്ന പലതും സഭയ്ക്ക് ചേരും എന്ന് വിചാരിച്ച് സഭയിലേക്ക് കോപ്പി അടിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ സഭയുടെ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടെ പ്രത്യേകത, ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ലോകത്തിന് പ്രദർശിപ്പിക്കുക. ലോകത്തിന് നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മളെ കണ്ടിട്ട് വേണം ആളുകൾ ക്രിസ്തുവിനെ കാണാൻ. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയാണ് ഇവർക്കൊരു ഫെയിലിയർ വരുന്നത്. 12-13, 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ വായിച്ചാൽ, ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ്. അപ്പോൾ ഇതാരാ തിരഞ്ഞെടുത്തത് ഈ രാജാവിനെ? യു ഹാവ് ചോസൺ. ഹിയർ ഈസ് ദ കിങ് ഹു യു ഹാവ് ചോസൺ. ഇതാ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ്. ദൈവം തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമല്ല ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായത്. പ്രത്യുത ഈ രാജാവിനെ തിരഞ്ഞെടുത്തത് ആരായിരുന്നു? ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ചിലർക്കെങ്കിലും ഈ പുസ്തകം പഠിക്കുമ്പോൾ ഒരു സംശയം അവരുടെ മനസ്സിൽ ഉദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ദൈവമല്ലേ ശമൂവേലിനെ പറഞ്ഞു വിട്ട് ഇവനെ അഭിഷേകം ചെയ്യിച്ചത്, ഇവനെ രാജാവാക്കിയത്, പിന്നെ ദൈവം തന്നെ അവനെ ഉപേക്ഷിച്ചതും ദൈവ ആത്മാവ് അവനെ വിട്ടുമാറിയതും ദൈവത്തിൻ്റെ കുഴപ്പമോ ശമൂവേലിൻ്റെ കുഴപ്പമോ? ആരുടെ കുഴപ്പമോ? നിങ്ങൾക്കെന്ന് തോന്നുന്നു? ഏതെങ്കിലും ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ശൗലിനെ കുറിച്ച് മാത്രമല്ല എല്ലാ ആളുകളെയും കുറിച്ച് പറയുകയാണ്. ഇഫ് എനി സോൾ ഗോസ് അവേ ഫ്രം ഗോഡ്, ഇറ്റ്സ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗോഡ്, ബട്ട് ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോൾ. ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ്. നമ്മളങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ്. നമുക്കത് വേണ്ട, എനിക്കിങ്ങനെ മതി. ഈ 2ഉം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ദൈവം തിരഞ്ഞെടുക്കാനും തീരുമാനിക്കുവാനുള്ള അവകാശവും കഴിവും നമുക്ക് തന്നിരിക്കുകയാണ്. ഏത് വേണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ജീവനും മരണവും ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഏത് തിരഞ്ഞെടുക്കും? അപ്പോഴാണ് യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഒരു തീരുമാനമാണെന്നുള്ള കാര്യം മറന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇവിടെ ചൂസ് ചെയ്തു ടു ബി ലൈക്ക് ജെൻറ്റൈൽസ്. മറ്റ് ജാതികളെ പോലെ ആകുവാൻ അവർ തീരുമാനിച്ചു. അവർക്ക് രാജാവ് ഉള്ളതുകൊണ്ട്
ഞങ്ങൾക്കും രാജാവ് വേണം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 12:13 വായിച്ചത്, ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും നിങ്ങൾ ആഗ്രഹിച്ചവനുമായ രാജാവ്. എന്നാൽ ദാവീദിനെക്കുറിച്ച് ഇനി നമ്മൾ പുറകെ ദാവീദിനെ കാണുന്നുണ്ട്, ദാവീദിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ദാവീദിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നത് നല്ലതാണ്. എനിക്കൊരു ചാർട്ട് തന്നെ വരച്ച് നിങ്ങളെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഈ ബോർഡിലൊക്കെ എഴുതുന്ന ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തിയേക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോർഡിൽ ഒരു കോളം വരച്ചിട്ട് മുകളിൽ ശൗലെന്നും ഇങ്ങേപ്പുറത്ത് ദാവീദും എന്നും എഴുതുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് വ്യത്യസ്തരായെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളത് ദാവീദാണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. അത് ശൗലിനോട് പറയുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥയെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക കൊണ്ട്. കണ്ടോ, യഹോവ നിന്നോട് കൽപ്പിച്ചത് നീ പ്രമാണിക്കായിക കൊണ്ട്. തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിക്കുന്നുണ്ട്. സോ ഹു വാസ് ഡേവിഡ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ആൻഡ് ഡേവിഡ്? ദൈവത്തിന് ബോധിച്ച പുരുഷൻ. ഇത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ദൈവത്തിന് ബോധിച്ച പുരുഷനാണ് ദാവീദ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 13:22. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. കണ്ടോ, എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. അവൻ എനിക്ക് ബോധിച്ച പുരുഷനാണ്, അവൻ എൻ്റെ ഹിതമെല്ലാം. ഇപ്പോൾ കൂടുതൽ പ്രശ്നമായി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പം. കാരണം എന്നിട്ട് ദാവീദ് എന്നെല്ലാം കുഴപ്പങ്ങൾ ചെയ്തു എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശൗലിനെ ബോധിക്കാത്ത ദൈവത്തിന് ദാവീദിനെ എങ്ങനെ ബോധിച്ചു? അതല്ലേ പ്രശ്നം. അത് നമുക്കിത് പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ശൗലിനെ ബോധിച്ചില്ല, പക്ഷേ ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. അതിനെ ഞാൻ പറഞ്ഞ ഒരു ചാർട്ടൊക്കെ വരയ്ക്കണമെന്ന്. വരച്ചാലാണത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ, ശൗല് ദാവീദിലും ഒക്കെ നമ്മളിലൊക്കെ ഒരു ഓൾഡ് മാൻ, ഒരു പഴയ നേച്ചർ, ജഡത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ശൗലിന് തെറ്റുകളൊക്കെ മനസ്സിലായിട്ടും നമ്മൾ ശൗലിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. അതൊന്നും തിരുത്തപ്പെടുവാനോ ദൈവത്തിൻ്റെ അടുത്തേക്ക് മാനസാന്തരപ്പെട്ട് വരുവാനോ അവൻ ആഗ്രഹിച്ചില്ല എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ മുമ്പാകെ നല്ലൊരു വാക്യം വായിച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രസംഗം പറയാതെ തന്നെ കാര്യം ക്ലിയർ ആകും. 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. 15-24. ശൗൽ ശമൂവേലിനോട്, ശൗലിൻ്റെ വാക്കുകൾ തന്നെ, എൻ്റെ വാക്ക് കേൾക്കണ്ട. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ. അപ്പം നമ്മൾ ആരെ ഭയപ്പെട്ട് ആരുടെ വാക്ക് അനുസരിക്കേണ്ടത്? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ആൻഡ് ഡേവിഡ് എന്നുള്ളത് ഒരു ഒറ്റ വാക്കിൽ കിട്ടുന്നില്ലേ? ദാവീദ് ആരെ ഭയപ്പെട്ടു? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ. തെറ്റ് ചെയ്തില്ല എന്നുള്ളതല്ല. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാ ഉള്ളത്? കമോൺ, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാം. തെറ്റ് ചെയ്യാത്തവരെ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബ് പറയുന്നു, അത് ദൈവത്തിനറിയാം നാം തെറ്റിപ്പോകുന്നവരാണെന്നും നമ്മളെ നേർവഴിക്ക് നടത്താനും ഒക്കെയാണ് ദൈവം തൻ്റെ ആത്മാവിനെയും വചനത്തെയും നടത്തിപ്പുകാരെയും എല്ലാം വെച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ തെറ്റിപ്പോകുമെന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിൻ്റെ ജോലിയാണ്. കർത്താവ് വന്നതിനെ ആരെ തേടിയാ? നല്ലവരെ തേടിയല്ല, തെറ്റിപ്പോയ ആളുകളെ നേരെ വഴിക്കാക്കാനായിട്ടാണ്. സോ ടു ഡു മിസ്റ്റേക്സ് ആൻഡ് സിൻ ഈസ് വൺ തിങ്, ആൻഡ് യുവർ റിയാക്ഷൻ, യുവർ ആറ്റിറ്റ്യൂഡ് ടു ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതിനെ നമ്മളെങ്ങനെ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എല്ലാവർക്കും അറിയാവുന്ന വാക്യം പറഞ്ഞാൽ. അപ്പോൾ ശൗൽ എപ്പോഴും ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, താൻ ചെയ്ത ലംഘനങ്ങളെ മറച്ചു വെക്കാനും അതിനെ ന്യായീകരിക്കുവാനും ജനത്തെ തൃപ്തിപ്പെടുത്താനും ശ്രമിച്ചു. പക്ഷേ ദാവീദിന് അങ്ങനെ ഒരു ചിന്തയില്ല. നിങ്ങളുടെ മനസ്സ് കുറച്ചു നേരം ദാവീദിലേക്ക് വരട്ടെ. ഞാൻ ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുകയാണെങ്കിൽ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പറഞ്ഞപ്പോൾ തന്നെ ശൗലായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനേയും? പ്രവാചകൻ്റെ തല വെട്ടിക്കളഞ്ഞേനേയും. കാരണം ഹീസ് ദ കിങ്, ഹി ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ ദാവീദ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് കേട്ടപ്പം 51-ാം സങ്കീർത്തനം ഉണ്ടായി, ഇല്ലേ? എങ്ങോട്ട് പോയി? എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ തുടങ്ങിയതായത്. ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ കാര്യമല്ല. എൻ്റെ ഭോഷത്വം, എൻ്റെ കുഴപ്പം ഞാൻ തിരിച്ചറിയുന്നു. എന്നെ നന്നായി കഴുകണമേ. ഞാൻ കഴുകാൻ നോക്കിയിട്ട് ശരിയാകുന്നില്ല. നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകി എന്നെ ശരിയാക്കണം.
ഹോമയാഗവും ഇങ്ങനെ ഹോമയാഗം കഴിക്കാനെന്ന് പറഞ്ഞ മൃഗങ്ങളെ കൊണ്ടുവന്നിരിക്കുക ശൗല്. പക്ഷെ അവിടെ ദാവീദ് പറയാണ് ഹോമയാഗവും ഹനയാഗവും ഒന്നും നിനക്ക് ഇഷ്ടമില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ്. അതിനെ ദൈവം ഒരിക്കലും അപ്പോൾ ഈ ഒരു തകർച്ചയിലേക്ക് ഒരിക്കലും ശൗല് വരുന്നില്ല. എന്നാൽ ദാവീദ് തെറ്റ് തിരിച്ചറിയുവാനും തെറ്റ് തിരുത്തുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ അത് തിരുത്തണമെന്നുള്ളതാണ്. ഒരുത്തൻ പാപം ചെയ്താൽ പാപത്തിന് ബോധമുണ്ടായാൽ അത് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിൻ്റെ ക്ഷമ പ്രാപിക്കണം, അല്ലാതെ അതിനെ ന്യായീകരിക്കണമെന്നല്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ശൗല് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, അവനെ തന്നെ നീതീകരിച്ചു. ദാവീദ് ഒരിക്കലും തന്നെ നീതീകരിച്ചില്ല. എൻ്റെ നീതിയായ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ദൈവമാണ് എന്നെ നീതീകരിക്കുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എൻ്റെ എല്ലാം എന്നുള്ള. അതുകൊണ്ടാണ് എന്നോട് ഇവിടെ ഒരാൾ പറഞ്ഞു, ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13:22 വായിച്ചൊരു വാക്യമുണ്ടല്ലോ, ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, അത് അയാളുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. അതായത് അവൻ എല്ലാ ഹിതമെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്ത ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? അപ്പം ദാവീദിൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ കണ്ടിരിക്കുന്നു, അത് യേശുക്രിസ്തുവാണ്. അവൻ എൻ്റെ ഹിതമെല്ലാം. ഓ, എന്തൊരു ഗുസ്തി എന്ന് ഞാൻ പറയും. ഇത്രയും ഗുസ്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണോ? ദാവീദിൽ അങ്ങനെ അവിടെ ഇല്ലല്ലോ. വേണോ? ദാവീദിൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഭാവി കാലത്ത് കണ്ടെത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ചിലരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇങ്ങനെ പ്രസംഗം കേട്ടിട്ട്. അത് ഒരു പാസ്റ്ററാണ് പറഞ്ഞത്. സാർ ഈ വാക്യം ഇതുവരെ ഞാനിങ്ങനെ പ്രസംഗിച്ച് കേട്ടപ്പോഴേ പറഞ്ഞു, സാറിന് മനസ്സിലായിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. പുള്ളി ഇത് ആഴത്തിൽ നിന്ന് കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞാൽ അത്ര ആഴത്തിൽ പോയാൽ മുങ്ങിച്ചത്തു പോവും, അതിൻ്റെ ആവശ്യമില്ല. മോളിൽ തന്നെ സത്യം കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി അത് പഴയ നിയമം കൂടെ വായിക്കും സഹോദരാന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് ഞാൻ 2 വാക്യവും കാണിച്ചത് അല്ലേ. പഴയ നിയമത്തിൽ പറഞ്ഞ എന്താ? ഞാൻ ശൗലിനെ എനിക്ക് ബോധിച്ച പുരുഷനായിട്ട് കണ്ടിട്ടില്ല, എനിക്ക് ബോധിച്ചവനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് പുതിയ നിയമത്തിൽ ഈ പ്രസംഗിച്ചപ്പോൾ കോട്ട് ചെയ്ത് പറഞ്ഞത്. ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ അവനിലൊരുത്തനെ കണ്ടെന്നല്ല പറഞ്ഞത്, അവനെ കണ്ടെന്നാണ് പറഞ്ഞത്. തെറ്റായിട്ട് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് തിരുത്തിക്കോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. സോ വി മസ്റ്റ് ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ഗോഡ്സ് വിൽ. എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദൈവം എനിക്ക് പ്രാപ്തി തരുമെന്നും അത് ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചതെന്നും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്നും എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത്. അതോ അതിനെയും വ്യാഖ്യാനിച്ച് വളച്ച് കളയുകയല്ല ചെയ്യേണ്ടത്. അപ്പം ദാവീദ് ബോധിച്ച പുരുഷനായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തെറ്റിതിരുത്താനും ദൈവത്തിൻ്റെ വഴിക്ക് വരാനും അവൻ എപ്പോഴും സന്നദ്ധനായിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സന്നദ്ധനായിരുന്നു. എത്ര പ്രാവശ്യം ശൗലിനെ കൈ കിട്ടിയതാണ്? അതൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ മാത്രം മതി. ഒരു സമയത്ത് പറഞ്ഞു ഒറ്റ കുത്തേ കുത്തുള്ളൂ, രണ്ടാമതൊന്ന് കുത്തേണ്ടതായിട്ട് നമ്മളാണ് പറഞ്ഞത്, ശരി ഒറ്റ കുത്തിയായിരുന്നു പറഞ്ഞത് അല്ലേ. പക്ഷേ നോ, എന്താ പറഞ്ഞത്? ദാവീദ് എന്താ പറഞ്ഞത്? എന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ടൈം ആൻഡ് ഐ എം ഗോയിങ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ആ സമയത്തിന് എന്നിട്ട് ശൗല് മരിച്ചെന്നുള്ള ന്യൂസും കൊണ്ട് വന്ന ആളെ പോലും സന്തോഷത്തോടെ സ്വീകരിച്ചോ, പൂമാലയിട്ട് സ്വീകരിച്ചോ. സോ യു നോ വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ഡേവിഡ് ഫ്രം ദോസ് ഇൻസ്റ്റൻസസ്. ആ സംഭവങ്ങൾ നോക്കിയാൽ തന്നെ ദാവീദിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്നും ശൗലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്നുള്ളത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടത്തേണ്ടതായിട്ട് വരും എന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ശൗലിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, ശൗൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവല്ല. ആര് തിരഞ്ഞെടുത്തതായിരുന്നു? നിങ്ങൾ തിരഞ്ഞെടുത്ത, ജനം തിരഞ്ഞെടുത്ത. കാരണം ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ദൈവത്തെ തള്ളി അവർ പണ്ട് കാലം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതാണ്. അവർ നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. വചനങ്ങൾ കേൾക്കുന്നതാണ് എപ്പോഴും നല്ലത്. 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നിട്ട് 7-ാം വാക്യം. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അപ്പം ആരെയാ ത്യജിച്ചിരിക്കുന്നത് എന്നുള്ള മനസ്സിലായല്ലോ. ജനം നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. അടുത്ത വാക്യം, ഇതെന്ന് തുടങ്ങിയതാണ്? ഞാൻ അവരെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും
അന്യ ദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. കണ്ടോ? അപ്പം ഞാനിതാ പറഞ്ഞത്, ഈ ഫെനി സോൾ, ഞാൻ നേരത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞായിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ല, അവനവന് തന്നെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതാണ്, ഞാൻ മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ മാറ്റമില്ലാത്തതാണ്. നമ്മൾ റോമാലേഖനം 11:29 വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ല. റോമൻസ് 11:29 നിങ്ങൾ വായിച്ചാൽ, ദൈവത്തിന് ഒരിക്കലും തീരുമാനവും തിരഞ്ഞെടുപ്പും തെറ്റിപ്പോവുകയല്ല. തെറ്റിപ്പോകുമോ? ദൈവത്തിന് തെറ്റുപറ്റുമോ? ഇല്ല. സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. അവൻ അതുകൊണ്ടാണല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഈ ബൈബിളിന് റിവൈസ്ഡ് എഡീഷൻ ഇല്ലെന്ന്. ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് യു കനോട്ട് റിവൈസ് ഇറ്റ്. അത് സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുക, പുതുക്കേണ്ട കാര്യമില്ല. എന്നാൽ ജനത്തിന് പറ്റിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പുറപ്പെടുവിച്ച നാൾ മുതൽ അവർ ഇന്ന് വരെ എന്ത് ചെയ്തു? എന്നെ ഉപേക്ഷിച്ചു, അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ട് എന്നോട് ചെയ്തതുപോലെ. അപ്പോൾ ഈ ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് അവർ പണ്ടേ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ദൈവത്തിന് അവസാനം ചിലപ്പോൾ അവരെ ഒന്ന് കൈവിട്ട് നോക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ യാത്രയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ ഇവർ ഉപേക്ഷിച്ചപ്പോഴും ഒന്ന് ഓർക്കാൻ വേണ്ടി പറയും, മന്ന നിന്നുപോയോ, പെറുവിറുത്തപ്പോഴും ദൈവത്തിനെതിരെ റബല് ചെയ്തപ്പോഴും ആ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെപ്പോലെ വല്ലവരും ആയിരുന്നെങ്കിൽ തീരുമാനിച്ചതിന് 2 ദിവസം പട്ടിണി ഇടുമ്പം പഠിക്കുവരൊക്കെ അല്ലേ. അതുകൊണ്ട് മന്ന 2 ദിവസത്തേക്ക് ഒന്ന് പിൻവലിക്കുകയാണ്, ഇറച്ചി 2 ദിവസത്തേക്ക് കൊടുക്കും. ഡിഡ് ഗോഡ് ഡിസൈഡ് ലൈക്ക് ദാറ്റ്? നെവർ നെവർ നെവർ. അപ്പം ഇതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇവരെ തിരഞ്ഞെടുത്തു. ഇനി ദൈവം ആഗ്രഹിക്കുന്നത് ഇവർ ദൈവത്തെ തിരഞ്ഞെടുക്കണം. ഗോഡ് നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യണം? വി മസ്റ്റ് ചൂസ് ഗോഡ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതുപോലെ എനിക്ക് ഈ ദൈവം മതിയെന്ന് ഞാനും കൂടെ ഒന്ന് തീരുമാനിക്കണം. ആർ യു ഫോളോയിങ്? പക്ഷെ പലപ്പോഴും ഈ തീരുമാനത്തിലാണ് തെറ്റ് പറ്റിപ്പോകുന്നത്, പെശക് പറ്റിപ്പോകുന്നത്. അതാണ് ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ചതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. 12:12 കൂടി വായിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 12:12 കൂടി വായിക്കാം. പിന്നെ അമോന്യരുടെ രാജാവായ നഹാശ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവെ ഞങ്ങൾക്ക് മേൽ വാഴണം എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ എൻ്റെ കാര്യം, രാജാവിൻ്റെ പേരൊക്കെ മറന്നേര്. പേര് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഈ പേര് അറിയാൻ പാടില്ലെങ്കിൽ ദൈവസ്വർഗത്തിൽ കയറ്റാതിരിക്കുമെന്നില്ല. പക്ഷേ കാര്യം മനസ്സിലാക്കിയിരിക്കണം. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നേരെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ, അവൻ രാജാവാണ്, അവൻ എൻ്റെ കാര്യം നടത്താൻ മതിയായവനാണ്, അവൻ മതി എന്ന് തീരുമാനിക്കുന്നതിന് പകരം അവർ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇവർ രാജാവിനെ ചോദിക്കാൻ. അതാണ് എൻ്റെ വിഷയം. ഇവർ കോണ്ടെക്സ്റ്റ് എന്താണ്? ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടു. ഇസ്രായേൽ മക്കളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പേര് ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പേരങ്ങ് വിട്ടെന്ന് തോന്നുന്നു. പേരും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. പിന്നെ അമോന്യരുടെ രാജാവായ നഹാശ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവെ ഞങ്ങളുടെ മേൽ വാഴണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇവരൊരു പ്രതിസന്ധി, ഒരു ശത്രു ഇവർക്ക് നേരെ വന്നപ്പോൾ വാസ്തവത്തിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തെ വിളിച്ചാൽ മതിയായിരുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും സകല ഭയങ്ങളിൽ നിന്നും ദൈവം അവനെ, അപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. കാരണം ദൈവം അവിടെ ഉണ്ട് രാജാവായിട്ട്. അതിന് പകരം അവരോർത്തൊരു രാജാവല്ല ഞങ്ങൾക്കെതിരെ വരുന്നത്, അപ്പോൾ ഞങ്ങൾക്കും ഒരു രാജാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജാവിനെ നേരിടുവാനായിട്ട് തിങ്കിങ് ബിക്കംസ് വേൾഡ്ലി അല്ലേ. സ്പിരിച്വൽ തിങ്കിങ് ഇപ്പം മാറിയിട്ട് ഏതുതരം തിങ്കിങ് ആയി? ലോകപരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ചിന്ത വന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുത്ത രാജാവല്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത. പിന്നെ ഇവർ രാജഭരണത്തിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ, ചരിത്രബോധമുള്ള ആളുകൾക്കറിയാം, ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ല, നമ്മൾ എന്ത് സംവിധാനം കൊണ്ടുവന്നാലും അത് റിവേർട്ട് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയോ? നമ്മൾ മൈക്ക് വെച്ച് പാട്ട് പാടിപ്പോയി, ഇനിയിപ്പോൾ മൈക്കില്ലെങ്കിൽ പാട്ടില്ല, കീബോർഡ് ഇല്ലെങ്കിൽ, കറണ്ട് പോയാൽ പല സഭകളിലും ആത്മാവ് പോയി. എന്താ കാര്യം?
ആത്മാവ് എവിടെ ഇരുന്നത്? കീബോർഡിലും ഡ്രമ്മിലും ഒക്കെയാണ് ഇരുന്നത്. ഇതില്ലാതെ വന്നപ്പോഴത്തേക്ക് എല്ലാം തീർന്നുപോയി. യു കനോട്ട് റിവേർട്ട് ഇറ്റ്. നമുക്ക് ചില പരിപാടികൾ കൂടി നമ്മളങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അപ്പോൾ അത് ഒക്കെ നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ദൈവം മതി. അവൻ എല്ലാറ്റിനും മതിയായവൻ. ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്ന ഒരാളാണ് ദാവീദ്. നമ്മൾ ശൗലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരുക്കപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? യഹോവയുടെ മന്ദിരത്തിൽ പോയിരുന്ന് ധ്യാനിച്ച് അവൻ്റെ സൗന്ദര്യം കണ്ട് അവൻ്റെ മഹത്വം മനസ്സിലാക്കി അവൻ്റെ കൂടെ ഒരു ദിവസം അവൻ്റെ കൂടെ വസിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. അവൻ്റെ ആ തേജസ് കാണുന്നത് വരെ ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കടക്കുകയില്ല, ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ ഇതാണ് ദാവീദിൻ്റെ ഹൃദയം. അതുപോലെ തന്നെ ദാവീദിൻ്റെ ഭാര്യ 1-2 പ്രാവശ്യം ദാവീദിനെ വഴക്ക് പറഞ്ഞു. ഹേ മനുഷ്യ, നിങ്ങൾ ആരാണെന്നാണ് വിചാരിച്ചത്? അല്ലേ? അപ്പോൾ എന്താ ദാവീദ് എന്താ പറഞ്ഞത്? നടക്കുകയല്ലെന്നാണ് പറഞ്ഞത്. ഈ രാജാവാണെന്നൊക്കെ ഒരു ഓർമ്മ വേണം. ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്താൽ അതിനൊക്കെ ഒരു നാണവും മാനവും ഒക്കെ വേണ്ടത്. എന്തായിരുന്നു ദാവീദിൻ്റെ മറുപടി? ഞാൻ ഇതിലും നീചനായിട്ട്, ഐ ഡോണ്ട് കെയർ എന്നാണ് പറഞ്ഞത്. നീ ചിലപ്പം രാജാവിൻ്റെ ഭാര്യയായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ പൈതലായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ ഐ ഡോണ്ട് കെയർ ഹൂ മൈ വൈഫ് ഈസ് ഓർ മൈ ചിൽഡ്രൻ, വാട്ട് ദ പീപ്പിൾ തിങ്ക്. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും. അതുകൊണ്ട് അതിലെനിക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഭാര്യയോടും ജനങ്ങളോടും ഒക്കെ പറഞ്ഞ ഒരു രാജാവാണ് ആര്? ദാവീദ്. അപ്പോൾ ശൗലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് തിരിച്ച് ശൗലിലേക്ക് വരാം. അപ്പോൾ ശൗല് രാജാവായി. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പിന്നെ ശൗൽ ആരാണെന്നും എങ്ങനെയാണ് ശമൂവേലുമായിട്ട് പരിചയപ്പെട്ടതെന്നും ഒക്കെ ഉള്ളത് ഞാനിന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. യെസ്. അപ്പോൾ 9-ന്റെ 2-ൽ ആരാണെന്ന് ഡിഫൈൻ ചെയ്തു. 10-ന്റെ 1-ൽ അദ്ദേഹം രാജസ്ഥാനത്ത് അഭിഷേകം പ്രാപിച്ച് വന്ന കാര്യവും നമ്മൾ വായിച്ചു വെച്ചായിരുന്നു. ഇനി ഒരു രാജാവെന്ന് പറഞ്ഞാൽ ഇവർ ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് രാജാവിനെ ആഗ്രഹിച്ചതെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ. ഏത് സാഹചര്യത്തിലായിരുന്നു? ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ്, ഒരു എതിരാളി വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു രാജാവ് വേണം ജാതികൾക്കുള്ളതുപോലെ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് അറിയാൻ പാടില്ല. ഹിസ്റ്ററിയിൽ മുഴുവൻ ഒരു രാജാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു രാജാവിൻ്റെ ദൗത്യം ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണ്? യുദ്ധം ചെയ്യണം, ജനത്തെ സംരക്ഷിക്കണം, അല്ലേ? ജനത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഈ രാജാവ് ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ദൈവം നേരത്തെ തന്നെ ശമൂവേൽ വഴി സംസാരിച്ചിരുന്നു. നിങ്ങൾക്കൊരു രാജാവിനെ കിട്ടിക്കഴിയുമ്പോൾ, അതാണ് 8-ാം അധ്യായം. 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ രാജാവ്, നമുക്കൊരു 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം കൂടെ വായിക്കാം. ഇന്ന് കുറച്ചുകൂടി ഇത് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ അപേക്ഷ കേൾക്കുക. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറയാണ്, ഏതാണെങ്കിലും അവരുടെ അപേക്ഷ കേൾക്കുക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച്. എനിക്കതാണ് വേണ്ടത്. നീ അവർ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്തോ, പക്ഷേ ഘനമായി അവരോട് സാക്ഷീകരിക്കണം. മീൻസ് യു എംഫാറ്റിക്കലി സ്ട്രോങ്ലി ടെൽ ദം ദാറ്റ് യു ആർ ഗോയിങ് ഇൻ ടു ഡേഞ്ചർ. തെറ്റിലേക്കാണ് പോകുന്നത്, വഴി ശരിയല്ല എന്നുള്ള കാര്യം സ്ട്രോങ് വാണിംഗ് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ഘനമായി അവരെ സാക്ഷീകരിച്ച്. അത് പുതിയ നിയമത്തിലേക്കൊന്ന് വരണേ. അതായത് ചില ആളുകളോടൊക്കെ വചനം പറയുമ്പോൾ കഠിനമായി ശാസിക്കുക. പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെട്ട് കാണും, അല്ലാത്തൊരു പിണങ്ങിയും കാണും എന്നോട് അല്ലേ. ചില ആളുകൾ തർജ്ജനം ചെയ്യുക, ശാസിക്കുക, പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? കഠിനമായി ശാസിക്കുക. ബാക്കിയൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം അത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതായതുകൊണ്ട്. തീമോഥെയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മൂപ്പന്മാരോട് പറയുന്നുണ്ട്, ചിലരെയൊക്കെ തർജ്ജനം ചെയ്യണം, ചിലരെ പ്രബോധിപ്പിക്കണം, ചിലരെ ശാസിക്കണം, ചിലരെ കഠിനമായി ശാസിക്കണം. കാരണം കഠിനമായിട്ടും ആണെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കഠിനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. നിങ്ങളൊരു രാജഭരണത്തിൻ്റെ കീഴിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കണം. എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? എ സെക്കൻഡ് ചാൻസ് ടു ഡിസൈഡ്. മനസ്സിലാവുന്നുണ്ടോ? തീരുമാനം എടുക്കാൻ അനദർ ചാൻസ്. അവർക്ക് വേണമെങ്കിൽ പിന്നോട്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക്
ഇപ്പോൾ 8:9 നമ്മൾ വായിച്ചത്. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കുക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. എന്ന് അവരുടെ ന്യായം അറിയിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ന്യായമായിട്ട് നിങ്ങളോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കണമെന്നാണ് പറഞ്ഞത്. വെൻ എ കിങ് കംസ്, നിങ്ങളൊരു പുതിയ തരം ഭരണരീതിയിലേക്ക് പോവുകയാണ്. ഈ പുതിയ ഭരണരീതിക്ക് നിങ്ങൾ വിധേയപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അക്കരെ നിൽക്കുമ്പം ഇക്കരെ പച്ച എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ അങ്ങേപ്പുറത്ത് രാജാവിനെ കണ്ടപ്പം വളരെ സുഖമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞത്. രാജാവിനെ കിട്ടിക്കഴിയുമ്പം ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയിക്കുകയാണ്. എന്തിനാണ് അറിയിക്കുന്നത്? നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അതെന്തിനാ അറിയിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. എന്തിനാ അറിയിക്കുന്നത്? ഇഫ് ദർ ഈസ് എനി പോസിബിലിറ്റി ടു അമെൻഡ് യുവർ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനം പിൻവലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരവസരവും കൂടെ ദൈവം തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത വാക്യം കൂടെ വായിക്കാം, 10-ാം വാക്യം കൂടെ വായിക്കാം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് പറഞ്ഞത് എന്തെന്നാ? അപ്പൊ എന്താ അറിയിച്ചത്? യഹോവയുടെ വചനങ്ങളെ അറിയിച്ചു. അവരോട് എന്തറിയിച്ചു? ദൈവത്തിന്റെ വചനങ്ങളെ അറിയിച്ചു. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം എങ്ങനെയാണ് പറയുന്നത് എന്ന് അറിയിച്ചു. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. രാജാവ് പട്ടാളത്തെ ഉണ്ടാക്കും, തേരുണ്ടാവും, തേരാളികളുണ്ടാകും, നിങ്ങൾക്ക് ജോലികളുണ്ടാകും. അങ്ങനെ വന്ന് 15-ാം വാക്യം നിങ്ങൾ വായിക്കുമെന്ന് ഇച്ചിരി സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്ക് പിന്നെയും വായിപ്പിക്കുന്നത് കേട്ടോ. കാരണം സാറെല്ലാം വായിച്ച് പറഞ്ഞു തന്നോളൂ എന്ന് ചിന്തിച്ച ഒത്തിരി പേര് ഇരിക്കുന്നതെന്നുള്ളത് എനിക്ക്, എന്നെ കേൾക്കുന്ന പലരുടെയും കുറിച്ച് എനിക്ക് ആ സംശയമുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പം നിങ്ങൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞാലും പിന്നെയും വായിപ്പിക്കും. ക്ഷമിക്കണം, എൻ്റെ ഒരു രീതിയാണ് അത്. അപ്പോൾ 15-ാം വാക്യം വായിച്ചാട്ടെ. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത്. അപ്പോൾ ദശാംശം ഇപ്പം അങ്ങോട്ട് പോയി. ദശാംശം എങ്ങോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത്? ഇപ്പം ഇതിപ്പോൾ ആരെടുക്കുമെന്നാണ് പറഞ്ഞത്? രാജാവ് എടുക്കും. അപ്പോൾ ഇനി ദൈവത്തിനും കൂടി കൊടുക്കണമെങ്കിൽ സംഗതികൾ ബുദ്ധിമുട്ടായി വരികയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടാക്സേഷൻ വരുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം പേടിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ടാക്സ്. അതായത് ഈ സൈന്യവും മറ്റ് കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ജനത്തിൽ നിന്ന് എന്ത് പിരിക്കണം? ടാക്സ് പിരിക്കണം, ചുങ്കം പിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കെടുതികൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ഈ രാജാവിനെ ചോദിച്ചേക്കുന്നതെന്നാണ് ദൈവം ഇവരോട് ചോദിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം മുഴുവൻ അവരോട് അറിയിച്ചു. അതെല്ലാം അറിയിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് 17-ാം വാക്യം കൂടെ വായിക്കാം. അവൻ നിങ്ങളുടെ ആടുകളിൽ 10-ലൊന്ന് എടുക്കും, നിങ്ങൾ അവന് ദാസന്മാരായിരിക്കും. കണ്ടോ? ആടുകളുടെ 10-ലൊന്ന് എടുക്കും. നിങ്ങളുടെ സമ്പത്തിൻ്റെ ദൈവത്തിൻ്റെ 10-ലൊന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ നടപടികളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വന്നില്ലെന്നിരിക്കും, പിന്നെ വരുമായിരിക്കും. പക്ഷേ ഇൻകം ടാക്സ് കൊടുത്തില്ലെങ്കിൽ നടപടി വരും. വ്യത്യാസം പറഞ്ഞത്. അപ്പം ഞാൻ നടപടി എടുക്കുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ബഹുമാനമില്ല, എന്നാൽ അത് വരുന്നുണ്ട് ഒരുത്തൻ എന്നാണ് പറഞ്ഞത്. നടപടികൾ എടുക്കാൻ പറ്റിയ ഒരുത്തൻ അപ്പോൾ ഇതിൽ ആര് വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോളാനാണ് പറഞ്ഞത്. ഞാൻ വേണോ, ദൈവം വേണോ, അതോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രാജാവ് മതിയോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യണം എന്ന് ദൈവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 18-ാം വാക്യം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരം അരുളുകയില്ല. കാരണം ഇപ്പോഴാണ് ദൈവം കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. നൗ യു ക്യാൻ ഡിസൈഡ്. ആഫ്റ്റർ യു ടേക്ക് ദ ഡിസിഷൻ യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദി കോൺസിക്വൻസസ് ഓഫ് യുവർ ഡിസിഷൻ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീരുമാനിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അന്നേരം ഞാൻ ഉത്തരം അരുളുകയില്ല. വായിക്കാം. മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും. 19-ാം വാക്യം. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ. കണ്ടോ? ഇറ്റ് വാസ് ദെയർ ഡെലിബറേറ്റ് ഡിസിഷൻ. ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ. അല്ല, ഞങ്ങൾക്കൊരു രാജാവ് തന്നെ വേണം. കണ്ടോ? ദേ ആർ വെരി ഇൻസിസ്റ്റന്റ്. ഇത് നിങ്ങൾ കാണണം. അല്ലാതെ ചുമ്മാതെ ഒരു രാജാവ് അങ്ങ് വന്നതാണെന്നും ചോദിച്ചുടനെ ദൈവം കൊടുത്തതാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർക്കെങ്കിലും അങ്ങനെ ധാരണയുണ്ടെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എൻ്റെ ധാരണയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ധാരണയാണ്, കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ ധാരണ ചിലപ്പോൾ അതിലൊക്കെ ഉന്നതമായിരിക്കും. പക്ഷേ എൻ്റെ ധാരണയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം വളരെ ഇൻസിസ്റ്റൻ്റായിട്ട് അവരോട് പറഞ്ഞു.
പക്ഷേ അവരെന്ത് ചെയ്തെന്നാണ് ഇപ്പം നമ്മൾ വായിച്ചത്? ദൈവത്തിൻ്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന്. വി വോണ്ട് ടു ബിക്കം ലൈക്ക് എവ്രി വൺ എൽസ്. മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങൾക്കും ആകണം. അപ്പോൾ ഇത്രയും കാലം ഇവരൊരു വലിയ ഇങ്ങനത്തെ രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്, നെർവസ് ക്രിസ്ത്യൻസ്. രക്ഷിക്കപ്പെട്ടു, മസിൽ പിടിച്ചാണ് ജീവിക്കുന്നത്. ജീവിക്കുമ്പം തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്? നമുക്കൊരു സിനിമയ്ക്ക് പോകണമായിരുന്നു, നമുക്കും ഒരു കുഴപ്പം ചെയ്യണമായിരുന്നു. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ചില വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അകപ്പെട്ട് മട്ടിൽ ജീവിക്കുന്ന ആളുകൾ എന്നെങ്കിലും അത് പുറത്ത് ചാടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവമാണ് നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കാൻ ഉത്തരവാദി. അകന്നു പോയതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്നാണ് ദൈവം പറയുന്നത്. ദൈവം ആഗ്രഹിച്ചിരിക്കുക, പക്ഷെ ജനത്തിന് യഹോവയുടെ വാക്ക് കേൾക്കുവാൻ മനസ്സില്ലാതെ. ദേ ഡിസൈഡഡ് ഇറ്റ് ഡെലിബറേറ്റ്ലി, സ്ട്രോങ്ലി. ദൈവം എംഫാറ്റിക്കായിട്ട് ഘനമായിട്ടാണ് സാക്ഷീകരിച്ചത്. പക്ഷെ എങ്കിലും അവർ അത്രയും ഘനത്തിൽ തന്നെ തള്ളിക്കളയാനും തീരുമാനിച്ചു. ദേ ഡിഡ് നോട്ട് ഈൽഡ് ടു. അതുകൊണ്ടാണ് സ്തേഫാനോസൊക്കെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇന്ന് വരെ ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്തവരും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മറുതലിച്ച് നിൽക്കുന്നവരുമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നമുക്ക് കാണാം. ഹിസ്റ്റോറിക്കലായിട്ട് അവരുടെ മറുതലിപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവസാനം അതിൻ്റെ എല്ലാം അന്ത്യത്തിലാണ് ദൈവം ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇതിൽ കൂടുതൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കെന്ന് തോന്നുന്നു? നോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടും അവസാനം അവരെ, ഇതൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വഴിക്ക് വരാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്, ഈ റോമാലേഖനത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. മലയാളം പുസ്തകത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു, കൈവിട്ട് കളഞ്ഞു. അപ്പം അന്ന് ഞാൻ അതൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആര് കൈവിട്ടാലും കുഴപ്പമില്ല, ഇഫ് ഗോഡ് ഗിവ്സ് യു അപ്പ്. എന്നാൽ ദൈവം നമ്മളോട് എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അത് യാക്കോബിനോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. 13-ാം അധ്യായം എബ്രായ ലേഖനം വായിച്ചു നോക്കിയാൽ മതി. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറൊരുത്തനല്ല, കർത്താവ് തന്നെ നേരിട്ട്. അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. നമുക്ക് മാറ്റം വന്നാലും അവന് മാറ്റമില്ല. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. പലതരത്തിലുള്ള ഉപദേശങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ലോകത്തിൽ നിങ്ങൾ കണ്ടെന്നു വരും. എന്നാൽ ദൈവം മാത്രമേ, യേശു മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, ഞാൻ നിൻ്റെ ദൈവമായിരിക്കും. ഇല്ലേ? ഇത് യാക്കോബിനോട് പറഞ്ഞത് ഉദ്ധരിച്ചിരിക്കുന്നതാണ്. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഉപായിയായ യാക്കോബിനോട്, സൂത്രം പ്രയോഗിച്ച യാക്കോബിനോട് പറയാണ്, ഐ വിൽ നെവർ ലീവ് യു നോർ ഫർഗെറ്റ് യു. അപ്പോൾ ആ തരത്തിൽ നമ്മളുടെ കൂടെ ഇരിക്കാൻ ദൈവം സന്നദ്ധരാകുമ്പോഴും ആരെങ്കിലും നശിച്ചു പോകുന്നെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തേണ്ടതും പറയേണ്ടതും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇത് തന്നെ യോശുവയും പറഞ്ഞു, ഇത് തന്നെ മോശയും പറഞ്ഞു. നിങ്ങളെന്താ അവരുടെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. ശമൂവേലും പറഞ്ഞു, ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ പൗലോസും പറഞ്ഞു, എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നിട്ടുണ്ട്, രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പം ദൈവദാസന്മാർ വഴി ഈ കാര്യം ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ നമുക്ക് ശൗലിലേക്ക് വരികയാണെങ്കിൽ, ശൗല് രാജാവായി കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതീക്ഷിച്ചത് അവൻ യുദ്ധങ്ങളൊക്കെ ചെയ്ത് സാമ്രാജ്യത്തെ വിസ്തൃതിപ്പെടുത്തി ശത്രുക്കളെയൊക്കെ സംഹരിച്ച് ഒരു നല്ല ഭരണം കാഴ്ചവെക്കും എന്നാണ്, അല്ലേ? ഏത് രാജാവിനെക്കുറിച്ചും അതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ശത്രു സംഹാരം, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എല്ലാം മനോഹരമായി ഭംഗിയായിട്ട് ചെയ്ത് ഒരു ശുഭഭാവി ആണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശൗല് തൻ്റെ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ഈ പറഞ്ഞ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കാണും. അതായത് പടജനത്തെ ഉണ്ടാക്കി, ടാക്സ് പിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഹി ഓർഗനൈസ്ഡ് ദി മൊണാർക്കി. ഈ രാജഭരണത്തെ ഓർഗനൈസ് ചെയ്ത് അതിന് അടുക്കും ചിട്ടയും അതുപോലെ മന്ത്രിസഭയും നികുതി പിരിക്കുന്ന കാര്യങ്ങളും ഡിഫൻസും എല്ലാം ഓർഗനൈസ് ചെയ്തത് ആരാണ്? ശൗലാണ്. അങ്ങനെ ഒരു പുതിയ ഭരണരീതിയിലേക്ക് ജനം എത്തിക്കഴിഞ്ഞിട്ട് 6 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ശൗലിന് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഹാഡ് ടു എൻ്റർ ഇൻ ടു 6 മേജർ. ഇനി ഓരോന്നോരോന്ന് ഏതാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ വല്ല പിടികിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. 11-ാം അധ്യായം മുതൽ നിങ്ങൾ 28-ാം അധ്യായം വരെ പോകുമ്പോൾ
11 മുതൽ 28 വരെ. അതായത് 16 ദാവീദ് തുടങ്ങിയെങ്കിലും കുറച്ചുകൂടെ ശൗല് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 31-ാം അധ്യായത്തിലാണ് ശൗല് മരിക്കുന്നത്. അതുവരെ അങ്ങനെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ സീ ഈസ് 6 മേജർ ക്യാമ്പയിൻസ് ഓർ എപ്പിസോഡ്സ്. 6 പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലാണ് ശൗലിന് ഏർപ്പെടേണ്ടി വന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഒന്നാമത് ചോദ്യ ഉത്തരവും ക്വിസ് മാസ്റ്റർ തന്നെ പറഞ്ഞേക്കാം. ഒന്നാമത്തെ യുദ്ധം അമ്മോന്യർക്കെതിരെ, രണ്ടാമത്തെ യുദ്ധം ഫെലിസ്തീയർക്കെതിരെ, മൂന്നാമത്തേത് അമാലേക്കിനെതിരെ, നാലാമത്തേത് വീണ്ടും ഫെലിസ്തീയർക്കെതിരെ, അഞ്ചാമത്തേത് ദാവീദിനെതിരെ, ആറാമത്തേത് ഫെലിസ്തീയർക്കെതിരെ. അപ്പം 3 പ്രാവശ്യം അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തു, ഫെലിസ്തീയരുടെ ഉൽപ്പത്തിയും ഫെലിസ്തീയർ ആരാണെന്നൊക്കെ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ചിലരൊക്കെ ചിന്തിച്ച് കാണും ഈ ഫെലിസ്തീയരെക്കുറിച്ചൊക്കെ ഇത്ര അധികം പഠിക്കാനുണ്ടോ എന്ന്. ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 3 times ദ ഫിലിസ്റ്റൈൻസ് കെയിം അഗൻസ്റ്റ് സോൾ. ഇസ്രായേലിനെതിരായിട്ട് 3 പ്രാവശ്യം ആര് വന്നു? ഫെലിസ്തീയർ വന്നു. പിന്നെ അമ്മോന്യർ വന്നു, അമാലേക്കർ വന്നു. പിന്നെ ആവശ്യമില്ലാതെ ദാവീദിനെതിരെ തിരിഞ്ഞു. ഇങ്ങനെയാണ് താൻ തൻ്റെ സമയം കളഞ്ഞത്. ഇപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. 6 എന്ന് പറഞ്ഞത് സിമ്പിളായില്ലേ? 3 എണ്ണം ആരാണ്? ഫെലിസ്തീയർ. അത്രയും പ്രശ്നം തീർന്നു. ഇനി പിന്നെ 2 എണ്ണം അമാലേക്കും അമ്മോന്യർ. അപ്പോൾ അത്രയും പ്രശ്നം എന്ത്? പിന്നെ ഒരാളും കൂടെ ഉള്ളൂ. നിങ്ങളെല്ലാം പഠിച്ചു, വെരി ഗുഡ്. അപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് യുദ്ധം ഉണ്ടായെന്നുള്ളത് വേഗം മനസ്സിലായല്ലോ. ആരൊക്കെയാണ്? അമ്മോന്യർ, ഫെലിസ്തീയർ. പൂട്ടിന് തേങ്ങ വെക്കുന്ന പോലെ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഫെലിസ്തീയർ. ഒന്നും അറിയാൻ മേലാത്തവരിടയ്ക്ക് ഫെലിസ്തീയർ ഫെലിസ്തീയർ എന്ന് പറഞ്ഞാൽ ശരിയാവും. കാരണം ഒന്നിടവിട്ട് ആര് വരുന്നുണ്ട്? ഫെലിസ്തീയർ വരുന്നുണ്ട്. അപ്പോൾ വേഗം കാര്യം ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫെലിസ്തീയർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. ഒന്നാമത്തേത് അമാലേക്കരാണ്, രണ്ടാമത്തേത് ഫെലിസ്തീയർ, 3 അമാലേക്ക്, ഒന്നാമത്തെ അമ്മോന്യര്, ഫെലിസ്തീയർ, അമാലേക്ക്, ഫെലിസ്തീയർ, ദാവീദ്, ഫെലിസ്തീയർ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ 3 പ്രാവശ്യം ഫെലിസ്തീയരും പിന്നെ ദാവീദും അമാലേക്കും അമ്മോന്യരും ഇത്രയും പേരെ എതിരെ വന്നുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചത് ഓരോ സന്ദർഭത്തിലും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ അതിലൊന്ന് ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് തന്നെ പ്രതിസന്ധി നേരിട്ടത് 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ വായിച്ചാൽ അമ്മോന്യർക്കെതിരെ ആണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്, അല്ലേ? വായിച്ചാട്ട്. അനന്തരം അമോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന് മതിയല്ലോ, ബാക്കി കഥകളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് എനിമി ദാറ്റ് കെയിം അഗൻസ്റ്റ് ആരായിരുന്നു വന്നത്? അമ്മോന്യരാണ് ആദ്യമായിട്ട്. ഇനി അമ്മോന്യരുടെ ഹിസ്റ്ററിയും തുടക്കമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. ആരാണ് അമ്മോന്യർ, എന്തുകൊണ്ട് അവർ ഒന്നാമത് വന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പിന്നീട്. സംശയമുണ്ടോ? 11-ന്റെ 1 ആരാ വന്നത്? അമ്മോന്യരാണ് വന്നത്. ഈ അമ്മോന്യർക്കെതിരെ ശൗല് യുദ്ധം ചെയ്തപ്പോൾ ജയമുണ്ടായോ പരാജയമുണ്ടായോ? ജയമുണ്ടായി. കറക്റ്റ് ആൻസർ. ജയമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ജയമുണ്ടായാൽ എന്ത് സംഭവിക്കും? 11-ന്റെ 11 വായിക്കാം. 11 എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്നു. വെയിൽ മൂക്കും വരെ അമോന്യരെ സംഹരിച്ചു. ശേഷിച്ചവർ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അപ്പോൾ മനസ്സിലായല്ലോ, വിക്ടറി കിട്ടി. ചുമ്മാ പറഞ്ഞായിരുന്നു, കറക്റ്റ് ആണോ എന്നുള്ളത് ഇപ്പോൾ വായിച്ചപ്പം മനസ്സിലായി അല്ലേ? അവരെ സംഹരിച്ചു, ചിതറിപ്പോയി. സോ ഡിഫീറ്റഡ് ദം, അല്ലേ? ഞങ്ങൾ ഹിസ്റ്ററി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് സൗൽ എന്ത് ചെയ്തു? എതിരെ വന്ന അമ്മോന്യരെ യുദ്ധം ചെയ്ത് സംഹരിച്ച് കളഞ്ഞു, അവരെ അനിഹിലേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ന്യായമായിട്ടും ശൗലിൻ്റെ മനസ്സിൽ എന്ത് വികാരം ഉടലെടുത്ത് കാണും? അതാണ് നമ്മുടെ വിഷയം. പ്രൈഡ്. പ്രൈഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയേണ്ടത് 14 വാക്യം. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവിൻ നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജ്യത്വം പുതുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യം വായിച്ചാൽ, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ. സോ ഇനീഷ്യലി ഹി വാസ് കൺവിൻസ്ഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വിക്ടറി കെയിം ഫ്രം ഗോഡ്. സൈന്യങ്ങളുടെ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം ഇസ്രായേലിന് രക്ഷ വരുത്തി എന്നൊരു അവബോധമൊക്കെ ഉണ്ടായി. പക്ഷേ അവിടുന്ന് പതുക്കെ ഇവൻ്റെ രാജ്യത്വം പുതുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പോയി ഒന്നുകൂടെ അവർ വിചാരിച്ചു ഇതെല്ലാം ദൈവത്തിൻ്റെ ഭയങ്കര പരിപാടിയായിരുന്നൊക്കെ വിചാരിച്ച് ഒന്ന് രാജ്യത്വമൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും സന്തോഷമൊക്കെ ഉണ്ടായി. അടുത്ത വാക്യം കൂടെ വായിക്കാം, 15-ാം വാക്യം കൂടെ. അങ്ങനെ ശമൂവേൽ ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. ശൗലും
എന്നാ ശൗലും എനിക്ക് അവിടെ നിൽക്കേണ്ടത്. ഇസ്രായേലിലൊക്കെയും സന്തോഷിച്ചു, പക്ഷെ കൂടുതൽ സന്തോഷിച്ചത് അതല്ലേ അങ്ങനെ പറഞ്ഞു, ശൗലും അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, എല്ലാവരും സന്തോഷിച്ചു, എല്ലാവർക്കും സന്തോഷമായി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ല പറഞ്ഞത്. ശൗലും ഇസ്രായേലിലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അപ്പോൾ ശൗല് വിചാരിച്ചു ഐ എം സംബഡി. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ശൗല് കോളറൊക്കെ ഒന്ന് പൊക്കിയെന്ന്, തൻ്റെ പ്രശസ്തിയൊക്കെ ഒന്ന് വലുതാകാൻ തുടങ്ങി. അപ്പം കാര്യങ്ങളൊക്കെ നല്ല ദിശയിലാണ് പോകുന്നത്, എല്ലാം ഓക്കെയാണ്. അപ്പം ഐ എം സംബഡി എന്നൊരു തോന്നൽ. നിങ്ങൾ അഹങ്കരിച്ചു എന്നുള്ള പദം ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് അംഗീകരിച്ചില്ല, പക്ഷെ പെതുക്കെ പ്രശ്നം തുടങ്ങി. എന്ത് തുടങ്ങി? ഐ ക്യാൻ ഡു ഇറ്റ്, ഐ എം സംബഡി. ഞാൻ വിചാരിച്ചാലും ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് ശത്രുക്കളെ സംഹരിച്ച് ജനത്തെ സംരക്ഷിച്ച് നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ എവിടെയോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പൊട്ടിമുളച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു. കാരണം പിൽക്കാല ചരിത്രം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിന് പിഴവ് പറ്റുകയില്ല. ശൗലും ഇസ്രായേൽ രണ്ടുപേരുടെയും സന്തോഷത്തിന് അടിസ്ഥാനം രണ്ടായിരുന്നു. ഐ റിപ്പീറ്റ്, ശൗലും ഇസ്രായേലിലൊക്കെയും സന്തോഷിച്ചു. രണ്ടുപേരുടെയും സന്തോഷത്തിൻ്റെ അടിസ്ഥാനം രണ്ടായിരുന്നു. ഒന്ന്, ഇസ്രായേലിൽ സന്തോഷിച്ചത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട്, ശൗല് സന്തോഷിച്ചത് തൻ്റെ നേട്ടം ഓർത്തിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണത്. അവിടെയാണ്, അങ്ങനെയാണ് പിശാചിനും പറ്റിയത്. ഇതൊക്കെ എവിടെയോ ഒരു തോന്നലുണ്ടായി, ഞാനും ദൈവത്തെക്കാളൊട്ടും കുറഞ്ഞ മോശമല്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് സിംഹാസനം എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാൻ. ആ തോട്ടാണ് കുഴപ്പമുണ്ടാക്കിയത്. ദ സെയിം തിങ് ഹാപ്പൻ ടു സോൾ. പിന്നെ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് 12-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഇങ്ങനെ ഒരു ജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ജനത്തെ ഓർമ്മപ്പെടുത്തി ദൈവവചനത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടിരുന്ന കാര്യമാണ് 12-ാം അധ്യായത്തിലെ വിഷയം. അത് നമ്മൾ നേരത്തെ വായിച്ചതായതുകൊണ്ട് 13-ലേക്ക് പോയാൽ ഫെലിസ്ത്യർ അവർക്കെതിരെ വരുന്നത് 13-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട്. 13-1. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. ശൗൽ ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 5-ാം വാക്യത്തിലേക്ക്. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേകവരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അപ്പം നെക്സ്റ്റ് ഡേഞ്ചർ കംസ് ഫ്രം ഫിലിസ്റ്റൈൻസ്. രണ്ടാമത്തെ അപകടം എവിടെ നിന്ന് വരുന്നു? ഫെലിസ്ത്യരുടെ ഭാഗത്ത് നിന്ന് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ കഥ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ഓർമ്മ ചകഞ്ഞെടുത്താൽ മതി. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 8-9 വാക്യങ്ങൾ. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഈ വാക്യം മാത്രം കേട്ടാൽ മതിയാവും, എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. 8-9. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗവും കഴിച്ചു. അടുത്ത ലൈനും കൂടെ. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റു വന്നു. ഇനി 13-ലേക്ക് ഒരു ചാട്ടം ചാടിയാൽ ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. എന്നിട്ടാണ് ഞാൻ ബോധിച്ച പുരുഷനെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം. സോ യു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇച്ചിരി കൂടി ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. അതായത് ഐ എം സംബഡി എന്നുള്ള തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ത് ചെയ്തു. എന്ത് തെറ്റാ ചെയ്തത്? താൻ ഹോമയാഗം കഴിച്ചു. യാഗം കഴിക്കാൻ ദൈവം പുരോഹിതന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കാം. അതായത് ദാവീദിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. ദാവീദും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തല്ലോ, ദൈവം പിണങ്ങിയില്ലല്ലോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ആരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം അന്നേരം നടപടി സ്വീകരിച്ചോ? എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും ആകണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവം അതിനുവേണ്ടി നോക്കിയിരിക്കുക. പക്ഷേ ഈ രാജാക്കന്മാരും പുരോഹിതന്മാരും കൂടെ ഒരേ സമയം, യേശു അങ്ങനെ തന്നെയാണ്, രാജാവുമാണ് പുരോഹിതനുമാണ്. പക്ഷേ ഈ രാജാവിനും പുരോഹിതനും അത്യാവശ്യം വേണ്ടൊരു കാര്യം എന്താ കഴിഞ്ഞാൽ തൻ പ്രമാണിത്വവും താനെന്ന ഭാവവും ഉണ്ടാകാൻ പാടില്ല. അതല്ലേ
ദാവീദ് ഡാൻസ് ചെയ്യാനൊക്കെ പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ നീ ആരാണെന്ന് ബോധം വേണമെന്നൊക്കെ ഭാര്യ ഓർമ്മപ്പെടുത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ആരാണെന്ന് ബോധമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്നാണ് പറഞ്ഞു. ഐ എം എ പ്രീസ്റ്റ്, ദോ ഐ എം എ കിങ്, ഐ എം എ പ്രീസ്റ്റ് ആൻഡ് ഗോഡ് വാസ് വെൽ പ്ലീസ്ഡ് വിത്ത് ഇറ്റ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൻ്റെ മോട്ടീവ് ബിഹൈൻഡ് ദി ആക്ഷൻ. ദൈവം എപ്പോഴും നോക്കുന്നത് എന്താണ്? എന്ത് പ്രവൃത്തി ചെയ്തെന്നുള്ളതല്ല, അതിൻ്റെ പിന്നിലിരിക്കുന്ന മനോഭാവം. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തെയും. ഇതിവിടെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് വായിച്ച് മുന്നോട്ട് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് ദൈവം ശമൂവേലിനോട് കൃത്യമായിട്ട് പറഞ്ഞത്, നീ പുറമേ ഉള്ളത് നോക്കരുത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്നൊന്ന് ഓർമ്മ വേണം. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ നേരത്താണ് പറഞ്ഞത്, ഞാൻ അകമേ ഉള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ഉള്ളറിഞ്ഞ ദൈവത്തിന് ദാവീദ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് വളരെ ക്ലിയറാണ്. ശൗൽ എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളതും ക്ലിയറാണ്. ആർ യു ഫോളോയിങ്? അപ്പോൾ അതുകൊണ്ട് ശൗലിൽ ആ ഒരു തെറ്റായ ഭാവം വന്ന് കയറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനേയും ശമൂവേൽ വരുന്നത് വരെയും വെയിറ്റ് ചെയ്തേനേയും, അല്ലെങ്കിൽ ഒരു ഇമെയിലോ ഒരു SMS എങ്കിലും അയച്ചു നോക്കിയേനേയും. ക്യാൻ ഐ ഡൂ ദിസ്, ദിസ് ഈസ് ദ സിറ്റുവേഷൻ, വേർ ആർ യു, ക്യാൻ ഐ ഡൂ ദിസ് എന്ന് ചോദിക്കണ്ടായിരുന്നോ? ശമൂവേലെ രാജാവല്ലേ, ഒരു മെസ്സഞ്ചറെ വിട്ടാൽ പോരായിരുന്നോ? പ്ലീസ്. നമ്മൾ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്, എന്നാലും ദൈവം ചെയ്തത് ശരിയായില്ല. അല്ലെന്നേ, രാജാവിന് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉള്ളത്. ആ സംവിധാനങ്ങൾ വെച്ച് ശമൂവേൽ എവിടെയാണെന്നുള്ളത് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമായിരുന്നോ? അറ്റ്ലീസ്റ്റ് ഹി കുഡ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് മേക്ക് ഷുവർ വെൻ ആർ യു കമ്മിങ്, എത്ര അപ്പോൾ ഇതൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഐ നോ വാട്ട് ടു ഡു, ഐ ഹാവ് അറൈവ്ഡ്. ഇല്ല, ആ ചിന്ത കിടക്കുന്നില്ലേ? എനിക്കറിയാം, ഇത്രേ ഉള്ളൂ സംഗതി. ശമൂവേൽ വരുന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ, ബ്രിങ് ഇറ്റ് ഹിയർ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ് എന്ന് കാണുക. മനോഭാവങ്ങളിലെ സിൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സിൻസ് ഓഫ് ആക്ഷൻ, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ കഴുകിക്കളയണം. സിൻസ് ഓഫ് ആക്ഷൻ ഈസ് വൺ തിങ്, സിൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഈസ് അനദർ തിങ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാം മുടിയൻ പുത്രനെ പരിചയമുണ്ട്, ചേട്ടൻ പുത്രനെ പരിചയമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേ? ഇതിൽ ആരാ കൂടുതൽ കുഴപ്പക്കാരെന്ന് ചോദിച്ചാൽ ചേട്ടൻ പുത്രനാണ്. എന്താ കാര്യം? സിൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. സിൻ ഓഫ് ആക്ഷനാണ് മറ്റേ പുള്ളിക്കുള്ളൂ. ആൾ പറഞ്ഞ് സിമ്പിളാണ്. ഉള്ള കാര്യം പറഞ്ഞു, കിട്ടിയ വീതം മേടിച്ചുകൊണ്ട് പോയി, ദൂർത്തടിച്ചു, എല്ലാം പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് അപ്പൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. മറ്റേ പുള്ളി വീട്ടിൽ താമസിച്ചിട്ടും വീട്ടിൽ കയറാനിപ്പോൾ മനസ്സില്ല. കാരണം ലീഗലിസ്റ്റിക്കാണ്. ബൈലോസൊക്കെ എടുത്ത് വായിച്ചിട്ട് പറയുകയാണ്, അല്ലേ? ഒരുപാട് ബൈലോ ഒക്കെ നോക്കിയിട്ട് പറയുകയാണ്, 18-ാം വകുപ്പിൻ്റെ 25-ാം അനുച്ഛേദം അനുസരിച്ച് അപ്പൻ ചെയ്തത് ശരിയായില്ല. ഈ അനുച്ഛേദം ഒന്നും നോക്കിയിട്ടല്ല ദൈവം ആക്ഷൻ എടുക്കുന്നത്. ജസ്റ്റ് യുവർ ആറ്റിറ്റ്യൂഡ്, നിൻ്റെ മനോഭാവം എന്താണെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ മനോഭാവം നല്ലതായിരുന്നു, ശൗലിൻ്റെ മനോഭാവം അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റേണ്ടത് ആവശ്യം എന്ന് ശൗലിനെ കുറിച്ചുള്ള പഠനത്തിൽ ഓർക്കുക. അപ്പോൾ ശൗല് ഈ ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി, അവൻ പൗരോഹിത്യ ശുശ്രൂഷ ഹോമയാഗം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, അത് കഴിച്ചു. 13-14 വാക്യങ്ങൾ വായിച്ചാൽ, നമ്മൾ വായിച്ചു, എന്നാൽ ഒന്നുകൂടെ വായിച്ചാൽ, നീ ചെയ്തത് ഭോഷത്വം, വാട്ട് യു ഹവ് ഡൺ ഈസ് ഫൂളിഷ്നെസ്. നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. അപ്പോൾ അവിടെ തന്നെ ദൈവം തീരുമാനം എടുത്തു കഴിഞ്ഞു, നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല. കണ്ടില്ലേ? നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല. എന്നേക്കും നിലനിൽക്കുമായിരുന്നു, പക്ഷേ അത് നിലനിൽക്കത്തില്ല. കാരണം നിന്റെ മനോഭാവം ഒട്ടും നല്ലതല്ല. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ നമ്മൾ 14-ാം അധ്യായം വിടുന്നു. കാരണം അവിടെ ശത്രുവും യുദ്ധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 14-ാം അധ്യായത്തിൽ യോനാഥാനും ദാവീദും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് പഠിക്കണം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ നമുക്കത് കയറ്റി പഠിക്കാൻ ഒക്കുകയില്ല. ശൗലും യോനാഥാനും ദാവീദും തമ്മിലുള്ള സ്നേഹബന്ധം പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ 1-ാം വാക്യത്തിൽ കാണുന്നത് അടുത്ത ശത്രു വരുന്നതായിട്ടാണ്. ആരാണ് അടുത്ത ശത്രു വന്നത്? 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. മൂന്നാം വാക്യം. ആകയാൽ നീ ചെന്ന് അമോലേക്യരെ തോൽപ്പിച്ച്. അപ്പൊ ഇനി ആർക്കെതിരെയാണ് യുദ്ധം? അമാലേക്കിനെതിരെയാണ്. അമാലേക്കിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ ഉണ്ടായ അപകടം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും എന്നുള്ളത് കൊണ്ട് 9-ാം വാക്യം. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിപ്പിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയും
കുഞ്ഞാടുകളെയും ഉത്തമമായവ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയെ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അവൻ കാര്യം മനസ്സിലായല്ലോ, ദൈവം പറഞ്ഞതുപോലെ ചെയ്തില്ല. ഈ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ അനുസരിക്കുന്നത് യാഗത്തെക്കാളും എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാനതെല്ലാം വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞതൊക്കെ പുള്ളിക്കൊപ്പം പ്രധാനപ്പെട്ട കാര്യമല്ല, തൻ്റെ തീരുമാനങ്ങളാണ്. എന്നിട്ട് ശാമുവേൽ വന്ന് ചോദിച്ചല്ലോ, ഞാൻ കേൾക്കുന്ന ഈ മുക്കുറയും ആടുകളുടെ കരച്ചിലുമൊക്കെ എന്ത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നല്ലതിനെയൊക്കെ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവം പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായി കേട്ടനുസരിക്കുന്നതിന് പകരം ഹി ടുക്ക് ഹിസ് ഓൺ ഡിസിഷൻ ബിക്കോസ് ഹീ ഈസ് ദ കിങ്. രാജാവായതുകൊണ്ട് താൻ സ്വയമായി തീരുമാനമെടുത്തു എന്നുള്ളൊരു വലിയ അബദ്ധമാണ് അദ്ദേഹം ഇവിടെയും ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് 22-22 വാക്യം വായിക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദകമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ കേട്ടപ്പോൾ ശൗലിനൊരു കാര്യം മനസ്സിലായി, ദൈവം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് എന്താണെന്ന് നോക്കുക. അടുത്ത വാക്യം ശൗൽ നമ്മൾ നേരത്തെ വായിച്ചതായെങ്കിലും ഒന്നുകൂടെ കേട്ടോ. ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചു പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ചു ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ എന്ത് പറഞ്ഞു? ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്. അവൻ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം അവനെയും തള്ളിക്കളഞ്ഞു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കാത്തവനെ ഞാനും, എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റുപറയും, എന്നെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഞാനും ലജ്ജിക്കും എന്ന് നാം വായിക്കുന്നത് പോലെ ശൗൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടൈം തീരുന്നതുകൊണ്ട് ശൗലിനെ കുറിച്ചൊന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടി എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. അടുത്ത അധ്യായത്തിൽ നിങ്ങൾ വീണ്ടും 16-ാം അധ്യായത്തിൽ കാണുന്നത് ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പാണ്. കാരണം ദൈവം പറഞ്ഞല്ലോ, എനിക്ക് ബോധിച്ച പുരുഷനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ഷനാണ്. അതും വായിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. 17-ാം അധ്യായത്തിലാണ് ഫെലിസ്തീർ വീണ്ടും ഗോലിയാത്ത്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് സൺഡേ സ്കൂളിൽ പണ്ട് പോലെ പഠിച്ചിനി ഞാനും കൂടെ പഠിപ്പിച്ചാൽ എനിക്ക് പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ ഈ വയ്യ വേളയിൽ ക്ഷമിക്കുകയല്ലെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. അപ്പം ഗോലിയാത്തുമായിട്ടുള്ള സംഘടനം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദാവീദിനെതിരെ നിരന്തരമായിട്ട് സംഘടനത്തിലൊക്കെ ആയിപ്പോയി. അങ്ങനെ വല്ലാത്ത ഒരു പതനത്തിൽ ഇദ്ദേഹം എത്തിച്ചേർന്നു. എന്നിട്ട് പിന്നെ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിച്ചപ്പാടത്തിയോട് ചോദിക്കാൻ പോയില്ലേ, വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കാൻ പോയില്ലേ. ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്ന് ഇച്ചിരി നിർത്തണം, ഞങ്ങൾക്ക് ഇച്ചിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ശമൂവേൽ തന്നെയാണോ വന്നത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണേൽ ചോദിക്കാം, ഇന്നേതായാലും സമയമില്ല. ശമൂവേൽ തന്നെയാണോ വന്നത്? വെളിച്ചപ്പാടത്തേക്ക് ശമൂവേലിനെ വിളിച്ചു വരുത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ അതല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ശൗലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശൗൽ പോയത് ശരിയായോ എന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്നത്. വന്നതാരാന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഏതാ പ്രധാനപ്പെട്ടത്? ഇവൻ പോകേണ്ടിടത്താണോ പോയത്? വന്നതാരാന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ പഠിച്ച് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് എന്തുകൊണ്ട് ശൗൽ മരിക്കേണ്ടി വന്നു എന്നറിയാവോ? വൈ സോൾ ഹാഡ് ടു ഡൈ. എന്തുകൊണ്ടാണ് ശൗൽ മരിച്ചത്? വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് 1 ദിനവൃത്താന്തം, ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാനായിട്ട് 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. കണ്ടോ? 1 ദിനവൃത്താന്തം 10-ന്റെ 1 Chronicles 10:13 that brings to a conclusion the whole mistakes done by Saul. ശൗൽ ചെയ്ത എല്ലാ മിസ്റ്റേക്സും അവിടെ ഒറ്റ വാക്യത്തിൽ, ദിനവൃത്താന്തത്തിൽ രാജാക്കന്മാരുടെ ചരിത്രം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ വാക്യത്തിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു സംഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ശൗൽ മരിക്കേണ്ടി വന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും, നമ്പർ 1 യഹോവയുടെ വചനം പ്രമാണിക്കായികയാൽ
വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അതിന്റെ മുകളിലൊരു ലൈൻ വിട്ട് ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും. ഒന്നാമത് കൃത്യമായിട്ട് ചെയ്തില്ല. അതിക്രമം, ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? കൃത്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാതെ അതിക്രമം ചെയ്തത് കൊണ്ടും ക്രമം തെറ്റിച്ചത് കൊണ്ടും വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിക്ലൈൻ ആണെന്നുള്ള കാര്യം ഓർക്കണം അല്ലേ? ആദ്യം ദൈവത്തോട് കൃത്യത ഉണ്ടായിരുന്നു, കൃത്യത വിട്ടു. പിന്നെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാതെയായി. ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിനോട് ആലോചന. എങ്ങനെയാണ് പെട്ടെന്ന് വീണതെന്ന് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പറ്റുന്ന ചില സ്ലിപ്പുകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനൊന്ന് ചോദിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഞാനൊന്ന് മിണ്ടിയെന്നല്ലേ ഉള്ളൂ, ഞാൻ ആ മീറ്റിങ്ങിനൊന്ന് പോയെന്നല്ലേ ഉള്ളൂ, അതിന് ഇത്ര ദേഷ്യപ്പെടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചില ദേഷ്യപ്പെടാനൊക്കെ ഉണ്ടോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല അതിലും. യെസ്, ദൈവം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഇത്ര കണിശക്കാരനാണ്, കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നിരിക്കുന്ന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത്, അങ്ങനെ തന്നെ ഒന്നും മാറ്റാതെ. എങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്? ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും. അപ്പോൾ അത്രയും കൃത്യത. ഒരു വള്ളി പോയെന്നും മറ്റും പറഞ്ഞാൽ പിന്നെ വള്ളി പോയെന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ കോളേജിൽ അവസാനമായപ്പോൾ സാറുമാർ പറഞ്ഞു തന്നത്, പിള്ളേർ സമരം ചെയ്യുന്നു, അതുകൊണ്ട് 50% പാസ്സാക്കണം, 50% ശരിയുണ്ടെങ്കിൽ അപ്പോൾ പശു എന്നുള്ളതിന് പകരം പട്ടിയെന്ന് എഴുതിയാലും ശരിയായതുകൊണ്ട് എത്ര മാർക്ക് കൊടുക്കണം? 50% കൊടുത്തേക്കണം. അങ്ങനെ പിള്ളേർക്ക് ഇപ്പം മാർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് തോറ്റവർക്ക് അവാർഡ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ. കാരണം എങ്ങനെ ഇവൻ തോറ്റെന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് പണ്ടൊന്നും ചരിത്രത്തിലൊന്നും 90% ഒന്നും കിട്ടിയ ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ട് 65% മേടിച്ച റാങ്ക് മേടിച്ചു. ഇപ്പോൾ 99% ചരിത്രത്തിനും മലയാളത്തിനും. അതിൻ്റെ അസൂയ കൊണ്ട് പറയുന്നതല്ല. ഇങ്ങനെ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ദൈവത്തിനില്ല. ദർ ഇസ് നോ മോഡറേഷൻ വിത്ത് ഗാഡ്. ദൈവത്തിൻ്റെ അടുക്കൽ സ്പോർട്സ് കോട്ട ഇല്ല, ഗ്രേസ് മാർക്കില്ല, ഡാൻസിന് പോയതായിരുന്നു, പാട്ടിന് പോയതായിരുന്നു, കളിക്കാൻ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞാലൊന്നും 50% ഒന്നും കിട്ടുകയില്ല. പിള്ളേർ പിണങ്ങണ്ട. ദൈവത്തിൻ്റെ അടുക്കൽ കൃത്യമായിട്ട് ശൗൽ ദൈവത്തോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട്, അത് ചെയ്യാതിരുന്നതുകൊണ്ട് എന്തുണ്ടായി? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു, ദൈവവചനം. അതും കഴിഞ്ഞിട്ട് വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോയി. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളൂ, നീ മരിക്കണം. ലൈഫ് ഈസ് നോട്ട് ഫോർ യു, യു ഡിസേർവ് ഡെത്ത്. പിന്നെ നമ്മൾ നേരത്തെ പിന്നെ അവൻ മരിച്ചു, ഇവനും മരിച്ചു. അതുകൊണ്ട് അവൻ്റെ ഡെത്ത് തന്നെ ഒരു വല്ലാത്ത ഡെത്തായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ശൗലിനെ കുറിച്ച് നോക്കാം. നിങ്ങളതിന് ഒരുക്കമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഏതാണെങ്കിലും ശൗലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനേക്കാൾ കൂടുതൽ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു നല്ല ലേണിംഗ് ആകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളുടെ രാജാവായിരിക്കുന്നത് കൊണ്ട്, നീ കൃത്യമായിട്ട് ഞങ്ങളെ നിൻ്റെ നേർപാതയിൽ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവ്, ആ പാത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സകല വചനങ്ങളും കർത്താവ് നിർമ്മല വചനങ്ങളാണ്. അത് നിലത്തെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത മാറ്റമില്ലാത്ത നിർമ്മല വചനങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് അതേപടി പ്രവർത്തിക്കുവാനും ദൈവത്തോട് തന്നെ ആലോചന ചോദിച്ച് കർത്താവ് നിൻ്റെ കൂടെ ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ശൗലിന് പറ്റിയ ഒരബദ്ധവും ഞങ്ങൾക്ക് പറ്റാതിരിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചനപഠനം ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ എല്ലാറ്റും ഉയർത്തിയായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.